അത്രയ്ക്ക് സത്യമായി തീരുമെന്ന് തപന് വിശ്വാസമുണ്ടായിരുന്നില്ല. സ്റ്റേഷനപ്പുറത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ 192 ഫ്ലാറ്റുകൾക്ക് വേണ്ടി 10,000 രൂപ വെച്ച് വാങ്ങിക്കാൻ തയ്യാറായവരിൽ ജഗദ്ദൽ, നൈഹാട്ടി, കച്ചറാപ്പാട എന്നിവിടങ്ങളിലെ ജനങ്ങളുമുണ്ട്. ഈ ടൗണിൽ ഇത്ര പണം കൊടുത്ത് ഫ്ലാറ്റ് വാങ്ങിക്കാൻ കഴിവുള്ളവരുണ്ടെന്നും തപൻ അറിവില്ലായിരുന്നു. ഒട്ടേറെ പേരുകൾ നോക്കിയ ശേഷം ഇവർ ആരെന്നു തന്നെ മനസ്സിലായില്ല. ശുകുബാബു വേറെ നുണപ്പേരിൽ 2 ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർ അവിടെ താമസിക്കില്ലല്ലോ. താമസിക്കാനായി ആരാണ് ബുക്ക് ചെയ്യുന്നത്? സ്വന്തമാക്കി വയ്ക്കും, പിന്നീട് വിൽക്കും. 1,20,000 30,000 ഒക്കെ കൊടുത്ത് ആളുകൾ ഫ്ലാറ്റ് വാങ്ങുകയോ? വാങ്ങില്ലേ? എല്ലാം തന്ന് തീർക്കുമോ? ഇല്ല, കുറച്ച് സൗകര്യം അവർക്ക് കിട്ടും. ഗവൺമെൻറ് ചെയ്യുന്നില്ലേ? 40% കൊടുത്ത് സ്വന്തമാക്കാമെന്നല്ലേ? 60 തരും. അത്രയും കൊണ്ട് ഫ്ലാറ്റ് പണി തീരും? അതിലും കുറവ് മതി. താഴെ പീടികകൾക്ക് കൊടുക്കാം. വെള്ളത്തിൻ്റെ സൗകര്യം എല്ലാം ഉണ്ടാവും, എല്ലാം നടക്കും. അതിനൊക്കെ ആളുകൾ കയ്യിലുണ്ട്. ഭവാനി ബാബു തപനോട് ഏതു വേണമെന്ന് ഓപ്ഷൻ തരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനോ? ഫ്ലാറ്റ് വാങ്ങിക്കയോ? താമസിച്ചാലും ഇല്ലെങ്കിലും ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചാൽ എന്താ? പിന്നീട് കൈമാറാം. ഒരു വിഷമവും അതിനുണ്ടാവില്ല. ആനന്ദ തലാപത്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നോ, ശ്മശാനം. അവിടേക്ക് വരുന്നവരെല്ലാം ദീർഘായുസ്സുള്ളവരാകട്ടെ. നീ തന്നെ ആൾക്കാരെ ചെന്നു കാണലും മറ്റും വേണം. കെട്ടിടം പണി തുടങ്ങുമ്പോൾ അവിടെ തന്നെ കഴിയേണ്ടി വരും. വളരെയധികം വിലപിടിപ്പുള്ള സാമാനങ്ങൾ ഉണ്ടാവുമല്ലോ. മോഹൻ ബാബു പറഞ്ഞു. ഇല്ലില്ല, അവിടെ തപൻ താമസിക്കില്ല. തപനെ ഇവിടെ ആവശ്യമുണ്ട്. ശുഗുവിന് എന്താണ് പറയുന്നതെന്നറിയില്ല. നിനക്കെല്ലാം അറിയാമോ? നീ ലീഗൽ ഭാഗം മാത്രം നോക്കിയാൽ മതി. തപൻ ചെക്ക് മേടിക്കും, ബാങ്കിലിടും. തപനെ അവിടെയാണ് അധികം ആവശ്യം. അവിടെ ഇരിക്കുന്നവരോ? തപൻ തന്നെ എല്ലാം എടുക്കണം. പിന്നെ സൂപ്പർവിഷൻ തപൻ നോക്കട്ടെ ആരെ എടുക്കണമെന്നൊക്കെ. തപൻ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഏതാനും വർഷങ്ങളിൽ നിനക്ക് ധാരാളം പേർക്ക് ജോലി കൊടുക്കാൻ കഴിയും. നിനക്കൊരു ഫ്ലാറ്റിൻ്റെ ഓപ്ഷനുണ്ട്. എൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ? മാസം തോറും 1000 കിട്ടുന്നു. അതെ, നിനക്ക് ഓരോ ഫ്ലാറ്റിൽ നിന്നും 2000 വീതം കിട്ടുകയാണെന്ന് വെക്കുക. ടോട്ടൽ വളരെ അധികമാവും. തപന് മനസ്സിലായി. ഇവർ തയ്യാറാക്കിയ ചിലവുകളിൽ നിന്നു തന്നെ ഓരോ ഫ്ലാറ്റിനു പുറമെ 20,000 രൂപ ലാഭമുണ്ടാക്കുന്നുണ്ടെന്നു കാണാം. 6ഓളം ഫ്ലാറ്റ് ബുക്ക് ചെയ്തു കഴിഞ്ഞല്ലോ. ഉവ്, എനിക്കും കുറച്ച് കിട്ടാനുണ്ട്. ഇപ്പോൾ തന്നെ. എൻ്റെ പെർസെൻറ്റേജ് എത്രയെന്നു നോക്കൂ. നിനക്ക് പണത്തിന് ആവശ്യമുണ്ടോ? എപ്പോൾ ആവശ്യമോ അപ്പോൾ എടുക്കാം. നോക്ക്, അവിടെ ഇരിക്കുന്നവരെ മാറ്റാതെ ജോലി തുടങ്ങാനാവില്ല. എനിക്കറിയാം, ടൈഗർ പറഞ്ഞു. ബോസ്, ഇതിലെന്തോ കുഴപ്പമുണ്ട്. ഞാൻ കുറച്ചുനാൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു. ടൈഗർ പറയുന്നു മദ്യം കുടിപ്പിക്കാമെന്ന്. കുടിക്കാത്ത സാധനം കുടിപ്പിക്കുന്നതെങ്ങനെ? കഴിച്ചില്ലെങ്കിൽ, മൂഡ് വരില്ലെങ്കിൽ കുശനെ കൊണ്ട് വരുത്തിക്കാം. വേണ്ട, കാശ് തരൂ. അവരുടെ കൂടെ കുടിക്കില്ല. ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, വളരെ നല്ലവൾ. ഞാൻ അവളെ എക്സ്ക്ലൂസീവ്ലി വെച്ചിരിക്കുന്നു. തനി വീട്ടമ്മ മട്ട്. അവളുടെ ചേച്ചിയുടെ ഭർത്താവ് വിറ്റുപോയതാണ്. ഓർക്കാൻ കഴിയുമോ? ഒരു ഗതിയുമില്ലാതെ അടുത്തു വന്നു. പാവം, വീട് നോക്കിക്കഴിയാൻ പറ്റിയ പെൺകുട്ടി. എങ്കിൽ അവളെ വിവാഹം കഴിക്കാത്തതെന്താ? അത് സാധ്യമാവില്ല ബോസ്. അവളുടെ ചേട്ടനും വിട്ടുപോയിട്ടില്ല. എല്ലാം നഷ്ടത്തിലായിരിക്കെയാണ്. വീട് വെക്കാനാവില്ല. പറഞ്ഞില്ലേ, മോഹമുണ്ടായാലും സെറ്റിൽ ചെയ്യാൻ എനിക്കാവില്ല. നിന്നിലെവിടെയോ വീടും കുടുംബവുമായി കഴിയാനുള്ള ആഗ്രഹമുണ്ട്. വയസ്സും അധികമായിട്ടില്ല. വിട്ടുപോകരുതേ. എന്നെ ആരെങ്കിലും കൊല്ലും. അതൊക്കെ പോട്ടെ, എന്നോട് ലൈൻ വിടാൻ പറയുകയാണോ? എന്നിട്ട് പുതിയ പിള്ളേരെ ധാരാളം കൊണ്ടുവരുന്നതോ? അവരുടെ ലൈഫ് റിസ്ക് ആക്കുകയല്ലേ? അതും വാസ്തവം തന്നെ. നീ എന്താ പറഞ്ഞു വന്നത്? സാമുവിനെ ഓർമ്മയുണ്ടോ? 3-ാം നമ്പറിലെ? അവനില്ലല്ലോ. അവൻ്റെ മകൻ പൂജൻ അച്ഛൻ്റെ പണി ചെയ്യുന്നുണ്ട്. അവൻ അവിടെ ആളെ ഇരുത്തിയിരിക്കുകയാണ്. കുറഞ്ഞത് 50ഓളം കുടിലുകളുണ്ട്. ചെന്നാൽ കാണാം. പൂജൻ്റെ ചാരായവാറ്റുമുണ്ട്. എല്ലാം കൂടി പൊടി പൊടിച്ചു നടക്കുന്നു. അവനെ അവിടുന്ന് നീക്കാൻ ഇവർക്കാവില്ല. പണം കൊടുത്താൽ പോവില്ലേ? 1,00,000 കൊടുക്കാമെന്നു പറഞ്ഞു. സമയം മണത്തെറിഞ്ഞ പൂജൻ 5 ചോദിക്കുന്നത്. എന്തായി പറയുന്നത്? എന്തുകൊണ്ട് ചോദിക്കില്ല? ആ ഭൂമി ആരുടെ ആയിരുന്നു എന്നതറിയാമോ?
ഹാജിതല എന്നു കേട്ടിട്ടുണ്ടോ? ഹാജി സാഹിബിൻ്റേതായിരുന്നു. മോഹൻ ബാബുവും ഭവാനി ചേട്ടനും കൂടി ലീസിനെടുത്തു. ഹാജി സാഹിബിൻ്റെ എല്ലാം ബംഗ്ലാദേശിലായിപ്പോയി. ഷുഗു ബാബു സൂത്രത്തിൽ ഒരു പൗത്രനെ കൊണ്ടുവന്ന് അവൻ്റെ പേരിൽ ലീസ് എഴുതിച്ചു. പിന്നെ എല്ലാം ലീഗൽ ഡീഡ്. 99 കൊല്ലത്തേക്ക് ലീസ്. ഒറ്റ കാശും കൊടുക്കാതെ. സാഗരധരിത്രി. ഈ വിധം എത്രയിടത്ത് ഈ ഷുഗുബാബു ചെയ്തു വച്ചിരിക്കുന്നു എന്നറിയാമോ? ഭൂമിയുടെ വിലയാണെങ്കിൽ ഇപ്പോൾ തീ പിടിച്ചു നിൽക്കുന്ന കാലം. പൂജൻ തക്കം നോക്കി വാശി പിടിച്ചിരിക്കുകയാണ്. സ്റ്റേഷൻ്റെ മറുവശം മുനിസിപ്പൽ ഏരിയ. ആ ഭാഗത്ത് തെർമൽ പവർ പ്ലാന്റ് വരാൻ പോകുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അതുകൊണ്ട് ഇവർക്ക് നിന്നെ ആവശ്യം. തപൻ്റെ നെറ്റിയിലെ ഞരമ്പുകൾ തടിച്ചു വന്നു. ഇത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. ആരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല. എനിക്ക് പണവും പുല്ല്, ജീവനും പുല്ല് എന്ന് ആദ്യം കത്തി പ്രയോഗിച്ചു. അന്ന് തൊട്ട് എൻ്റെ ജീവൻ ആപത്തിലാണ്. ഞാൻ നോക്കിക്കോളാം. എന്തുണ്ടായി? മാനം കൊണ്ടാണ് കളി ടൈഗർ. തപൻ പതുക്കെയാണെങ്കിലും ഗർജിക്കും പോലെ പറഞ്ഞു. മാനം, കൊലയാളിയുടെ മാനം. കൊലയാളിയാണെന്ന് അറിഞ്ഞിട്ടാണല്ലോ വിളിച്ചു കൊണ്ടുവന്നത്. മാനമെങ്കിലും തരണ്ടേ? എന്തു ജോലിക്കാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പോലും മറ്റുള്ളവർ പറഞ്ഞു കേൾക്കണം. ഞാൻ എണീക്കട്ടെ. നാളെ ഭവാനി ചേട്ടൻ്റെ അടുത്ത് പോകണം. വണ്ടിയുടെ താക്കോൽ തന്നേക്ക്. ഉണ്ടോ ആവോ? നീ പേടിക്കണ്ട. എന്നോട് വിളവെടുത്തവരോട് ഞാനും എടുക്കും. രേണുചേട്ടത്തി അമ്മയെ വിധവയാക്കില്ല. ടൈഗർ ഇറങ്ങിപ്പോയി. ഭവാനി ബാബു ഞെട്ടിപ്പോയി. പേടിച്ചു പോയോ? താങ്കൾക്ക് പേടിയുണ്ടോ? നീ ഇരുന്ന് ശാന്തമായി പറയ്. ശാന്തനാവില്ല ഈ തപൻ. ഭവാനി ബാബു, തപൻ മർഡറാണ്. കൊലയാളി. കത്തി ഉപയോഗിക്കുന്നവനാണ്. നല്ലപോലെ അറിയാം. കത്തി അവനെയും തിന്നുമെന്ന്. കൊലയാളിയാണെന്നറിഞ്ഞുകൊണ്ടും ലക്ഷം രൂപയുടെ കള്ള വ്യവസായത്തിലേക്ക് വിളിച്ചത് പൂജൻ സാവുവിനെ നീക്കിക്കിട്ടാൻ വേണ്ടിയായിരുന്നു. അത് വളരെ വ്യക്തമായി അപ്പോൾ പറയാമായിരുന്നു. ഇന്ന് എൻ്റെ മാനത്തിൽ കൊണ്ടു. ഭവാനി ബാബു നിശബ്ദനായി. ഞാൻ പോകുന്നു. നോക്ക്, പണി ശരിക്ക്. അതു നടക്കും. പക്ഷേ ഒരിക്കൽ സംസാരിച്ചു നോക്കിയ ശേഷം പോരെ? നിന്റെ ഇഷ്ടം പോലെയാവാം. നിന്നെ ഞാൻ തന്നെയാണ് ഇത്രയും വലുതാക്കിക്കൊണ്ടുവന്നത്. മോഹന് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. ടൗണിലെ ചെറുക്കനാണ്, അമ്മയും പെങ്ങളുമൊക്കെയുണ്ട്, ജീവിതം വലിച്ചിലാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ. എന്താ ഭീഷണിയാണോ? അമ്മയുടെയും അനുജത്തിയുടെയും കാര്യം പറയുന്നത് എന്തിന്? എനിക്കവരുമായി ഒരടുപ്പവുമില്ല. അമ്മയ്ക്ക് ചിലവിനുള്ളത് കൊടുത്തയക്കുന്നു, അത്രമാത്രം. എന്നെ ഭയപ്പെടുത്തുകയൊന്നും വേണ്ട. ഇല്ലില്ല, നിന്നെ എനിക്കാണ് ഭയം. എനിക്കൊരു ഭയവുമില്ല. താങ്കൾക്ക് ഇപ്പോഴും എന്നെക്കൊണ്ട് ഉപകാരം വേണ്ടിയിരിക്കുന്നു. ആരെ ആവശ്യമുണ്ടോ അവരിൽ നിന്ന് പണിയെടുക്കണമെങ്കിൽ അവരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. എന്നോട് താങ്കൾ മര്യാദയായി പെരുമാറുന്നുണ്ടോ? പെരുമാറിയിട്ടുമില്ല. തെറ്റെല്ലാവർക്കും പറ്റും. ഉവ്വ് ഭവാനി ചേട്ടാ, പക്ഷേ തെറ്റ് ചെയ്യുന്നത് മനുഷ്യനാണ്. ഞാൻ ആരാ? അമാനുഷനാണോ? ഏയ് അല്ല, അമാനുഷൻ ഞാൻ. താങ്കൾ സൂപ്പർമാനാണ്. പഴയ വാക്കുകളുടെയും ശത്രുതയുടെയും അടിസ്ഥാനത്തിൽ പാർട്ടി സംബന്ധിച്ച ഏറ്റുമുട്ടലിൽ സാമൂഹ്യ വിരോധികൾ കൊല്ലപ്പെട്ടു. പൂജൻ സാവുവിൻ്റെ കൊലയാളിയെ പിടികിട്ടിയില്ല. കൊല്ലപ്പെട്ട വ്യക്തി കഴിഞ്ഞ 10 കൊല്ലം. ഈ വാർത്ത ടൗണിനെ ആകെ വിറപ്പിച്ചു. തപൻ പണം എണ്ണി വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് പൂജൻ സാഹുവിനെ കാണാൻ പോയി. പണിയാൻ പോകുന്ന വസുന്ധര ഹൗസിൻ്റെ തുറന്ന സ്ഥലം. ഇടയിൽ ഓരോ മുൾമരം, അമച്ചെടികളുടെ കുറ്റിക്കാടുകളും. 4 വശത്തായി കുടിലുകൾ. അവയ്ക്കിടയിൽ പൂജൻ്റെ മാത്രം ഇഷ്ടികയും കുമ്മായവും കൊണ്ടുണ്ടാക്കിയ നല്ല വീട്. തപൻ സംസാരിച്ച് ഒത്തുതീർപ്പിലെത്താൻ പോയി. ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുന്നത് കുറച്ച് സാഹസമേറിയ പണിയാവും. അതിനാൽ ടൈഗറിനെയും മലയനെയും കൂടെ കൂട്ടി. പൂജൻ ചോദിച്ചു, മ്യൂച്വലാക്കാൻ വന്നതാണോ തപൻ? എന്നിട്ട് ഇവൻ എന്തിനാണ് കൂടെ? മ്യൂച്വലിനും സാക്ഷി ആവശ്യമാണ്. എനിക്കാവശ്യമില്ല. നീ നിന്റെ ഡെന്നിലാണിരിക്കുന്നത്. വളരെ സുഖമായി തന്നെ. പറയൂ, ഈ സ്ഥലം വിട്ടു തന്നേക്കൂ പൂജൻ ബാബു. ആ ഭവാനിക്കും മോഹൻലാലിനും എന്തിനു വിടണം? പുറംപോക്ക് സ്ഥലമാണിത്. ഇപ്പോൾ അവരുടെയാണ്. പോരെങ്കിൽ ഹൗസിങ്ങും വരും. വളരെയധികം പേരും വരും. എല്ലാം മാറും. ഞാൻ എന്നിട്ട് വൈരാഗിയായി സന്യാസിയായി പോകണോ? നീ പണമെടുത്തോ? എത്ര വരെ എത്തി? 1,00,000. അതുപോരാ. ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇത് മേടിച്ചോ. എന്നിട്ട് ഇവിടെ നിന്ന് പോ. നിനക്കൊരു ഫ്ലാറ്റും തരാൻ നോക്കാം.
3-ാം നമ്പറിൽ എൻ്റെ അച്ഛൻ പണിത നല്ല വീടുണ്ട്. ഫ്ലാറ്റ് കൊണ്ട് എന്തു ചെയ്യും? ആലോചിച്ചു നോക്ക്. പണം കൂട്ടാൻ പറയ്. എത്ര? 5 എന്നു ഞാൻ പറഞ്ഞു. കുറച്ച് ഞാൻ കുറയ്ക്കാം. എത്രത്തോളം? 4.5. പണം എവിടെയാണ് കൊണ്ടുവരേണ്ടത്? അവർ 4.5 ലക്ഷം തരുമോ? തരും. ഇനിയും കുറക്കുകയില്ല? ഇല്ല. എങ്കിൽ മറ്റന്നാൾ 3-ാം നമ്പറിൻ്റെ മൈതാനത്തിൽ വരാം. ഏതാണ്ട് രാത്രി 8 മണിക്ക്. പൂജൻ അധികം രൂപയൊന്നും ചോദിച്ചിട്ടില്ല ടൈഗർ. ഇല്ല, അധികം എവിടെ? അതിൻ്റെ പേരിൽ ഹൗസിംഗ് നിർത്തലാവുക അതും ശരിയല്ല. അല്ല എന്ന് മലയൻ പറഞ്ഞു. അവനും പണിയെടുക്കുന്നത് പണത്തിനു വേണ്ടി. തീർച്ചയായും. പുറത്ത് ഇത്ര ലഹള എന്താ? കുടിക്കാൻ വരുന്നു, ലഹള കൂട്ടുന്നു, വേറെയും പല പണികളും നടക്കുന്നു. പെൺകുട്ടികളെ എന്തു ചെയ്യാൻ? ഒരു സുഖം വേണ്ടേ? വേണമല്ലോ. നീ കഴിക്കാറില്ലേ? ഇല്ല, കഴിപ്പിക്കാറുണ്ട്. ട്രാൻസിസ്റ്റർ പാടുന്നു. ടൈഗർ അതിൻ്റെ നോബ് തിരിച്ച് പാട്ട് ഏറ്റവും ഉറക്കെയായി. നല്ലതാണല്ലോ അല്ലേ? ഫിലിപ്സിൻ്റെയാണ്. നല്ലത് തന്നെ. സിലോൺ, കാഠ്മണ്ഡു എല്ലാം കിട്ടും. പൂജൻ നോബ് തിരിച്ച് കാണിക്കാൻ നോക്കുകയായിരുന്നു. തപൻ കുനിഞ്ഞ് കൈ ഉയർന്ന് കത്തി മേലോട്ട് പറന്നു. ഇടതുവശത്തെ വാരിയെല്ലുകൾക്കിടയിൽ ഇറങ്ങിച്ചെന്നു. പൂജൻ്റെ മുഖത്ത് വിസ്മയം നിറഞ്ഞു നിന്നു. അടുത്തത് കഴുത്തിൽ. ഇടത്തോട്ട് അതിവേഗം കത്തി വലിച്ചു. അവൻ്റെ തുണിയിൽ തന്നെ കത്തി തുടച്ച ശേഷം നിവർന്നു നിന്നു. പോകാം, കതക് ചാരിയേക്ക്. റേഡിയോ കേൾക്കട്ടെ. ഉടനെ ജീപ്പിൽ കയറി അവർ അവിടെ നിന്നു പോയി. മലയൻ പറഞ്ഞു, ഹോ, എൻ്റെ ശരീരം വിറയ്ക്കുന്നു. ഇങ്ങനെ റിസ്ക് എടുക്കുകയോ? നോ റിസ്ക് നോ ഗെയിൻ മലയ. അവരാരെങ്കിലും വന്നുപെട്ടെങ്കിലോ? പൂജൻ വളരെ ദിവസം തന്നെ അങ്ങനെ അവിടെ കിടന്നു. 3-ാം നമ്പറിലെ കൂട്ടർ എപ്പോഴും എന്നും തിരിച്ചെത്താറില്ല. അതിനാൽ അവിടം വേണ്ടത്ര ചകിതരായില്ല. പൂജൻ പുറത്തെ ഒഴിഞ്ഞ സ്ഥലത്തിരുന്നും റേഡിയോ കേൾക്കാറുണ്ട്. അതിനാൽ ആരും ശ്രദ്ധിച്ചില്ല. പൂജൻ്റെ കാവൽക്കാർ മദ്യപിക്കാൻ പോയിരുന്നു. മിക്കതും പോകാറുണ്ട്. അവർ രാത്രി 12 മണി നേരത്ത് പൂജൻ്റെ കതകിൽ തട്ടി അകത്തേക്കു കടന്നു. ഉടനെ ലഹള കൂട്ടാൻ തുടങ്ങി. പണത്തിൻ്റെ കാര്യമാവും. പ്രൈവറ്റ് സംസാരമാണ്. ഞങ്ങളോട് നീങ്ങി നിൽക്കാൻ പറഞ്ഞു. ഇനി എന്തു ചെയ്യും? ആരാണ് വന്നിരുന്നത്? തപൻ ബാബു. സ്റ്റേഷനിലേക്ക് പോകണം. ആര് പോകും? എന്തുണ്ടാവാൻ? സ്റ്റേഷനും തപൻ ബാബുവും ശർക്കരയും ഈച്ചയും പോലെയാണ്. എന്നാലും പറയണമല്ലോ. ആർ പോകാൻ? ആർ പറയാൻ പോയോ അവനെ പിടിച്ചകത്താക്കും. പരിഭ്രമിച്ച് നിരാശരായ അവർ പരസ്പരം നോക്കി. ഒരുവൻ പറഞ്ഞു, അപ്പോൾ നമുക്കോടിപ്പോകാം. എന്തിന്? പൂജൻ ബാബു ഇല്ലല്ലോ. ഇനി ആർ നമ്മളെ രക്ഷിക്കും? തള്ളയോട് ചോദിക്കാം. മൂത്തിത്തള്ള വാറ്റുചാരായ ഷാപ്പിൻ്റെ ഉടമസ്ഥ. കറുത്ത സാരി, കറുത്ത ബ്ലൗസ്, തലമുടിക്ക് മൈലാഞ്ചിയുടെ നിറം, തീവ്രമായ കണ്ണുകൾ, നെറ്റിയിൽ പച്ച കുത്തിയ പാട്. ഒരു വടിയുടെ സഹായത്തോടെ തൻ്റെ വിശാല ശരീരം എടുത്തു പൊക്കി. പൂജൻ ബാബു മരിച്ചുപോയി? അതേ തള്ളേ, മരിച്ചു. ഇനി ആരും നമ്മളെ രക്ഷിക്കില്ല. ആരാണ് കൊന്നത്? സ്റ്റേഷനിൽ പോയി പറയാം. ആരുടെയും പേര് പറയണ്ട. പൂജൻ ബാബു പണത്തിൻ്റെ കാര്യം സമ്മതിച്ചു കൊടുത്തെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? പോലീസ് വന്ന് എടുത്തുകൊണ്ടു പോകുമല്ലോ. നമ്മളെ പുറത്താക്കും. ലാൽട്ടു ബാബുവിനോട് പറയാം. പാവങ്ങളെ പുതിയ സർക്കാർ നീക്കം ചെയ്യില്ല. നമ്മളിവിടെ 10 വർഷമായി പാർക്കുന്നു. നമുക്കും ഒരധികാരമുണ്ട്. 12 വർഷം താമസിച്ചാൽ നമുക്കും അവകാശം തീർച്ചയായും കിട്ടുമെന്ന് പൂജൻ ബാബു പറഞ്ഞിരുന്നു. പൂജൻ ബാബുവിൻ്റെ മൃതദേഹം 3-ാം നമ്പറിലെ ആളുകളെല്ലാം തിക്കും തിരക്കുമായി വന്ന് നോക്കി. വഴിയും ഇടവഴികളും നിറയെ ജനം. പൂജൻ്റെ അളിയൻ, മരുമകൻ എന്നിവർ വണ്ടിയിലിരിക്കുന്നു. അവൻ്റെ വീട്ടിൽ ഭാര്യയും മറ്റു സ്ത്രീജനങ്ങളും കരയുന്നു. മൂത്തിത്തള്ള കൊണ്ടുചെന്ന ഡെപ്യൂട്ടേഷനെ ലാൽട്ടു ബാബു വകവെച്ചില്ല. ആരുടെ അധികാരം? എന്തിൻ്റെ അധികാരം? അധികാരമുണ്ടെങ്കിൽ അത് കടലാസിലുണ്ടായിരിക്കണം. അവകാശം കാണിക്കുന്ന ആധാരം കൊണ്ടുവരൂ. അപ്പോൾ വേണ്ടതു ചെയ്യാൻ നോക്കാം. കുറച്ചുനാൾ താമസിച്ചതുകൊണ്ട് മാത്രം അവകാശമായോ? അങ്ങനെയാണെങ്കിൽ പ്ലാറ്റ്ഫോമിൽ കഴിയുന്നവരും റെയിൽ പ്ലാറ്റ്ഫോം അവരുടെയാണെന്നു പറയുമല്ലോ. മോത്തിത്തള്ള ചോദിച്ചു. ഏയ് ലാൽട്ടു, ഞങ്ങൾ എവിടേക്ക് പോകും? എന്നോടൊന്നും പറയേണ്ട ചെറിയമ്മേ. എനിക്ക് ഒന്നും തന്നെ അറിയില്ല. ഞാനാണോ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചത്? അല്ല പൂജൻ ബാബു, ഞാൻ നിങ്ങളെ അവിടെ നിന്ന് ഇറക്കാൻ വന്നവനല്ല. ആരാണോ ആ ഭൂമിയുടെ ഉടമസ്ഥൻ അവരോട് ചെന്നു പറയൂ. പക്ഷേ എന്താ കേൾക്കുന്നത്? ഞങ്ങളുടെ കുടിലും മറ്റും എടുത്തു പോവില്ലേ? ചെറിയമ്മേ, പണിയെടുത്ത് കഴിയുന്നവരുടെ പാർപ്പിടം ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് കഷ്ടമാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ എന്ത് പണിയാണ് ചെയ്യുന്നത്? അതിന് പബ്ലിക്കിൻ്റെ സപ്പോർട്ട് കിട്ടുമോ?
ഞാൻ പറയുന്നത് കേൾക്കുവിൻ, അവിടം വിട്ടു പോവിൻ, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എല്ലാം തകർത്ത് അടിച്ചു പുറത്താക്കും. അപ്പോൾ എന്തു ചെയ്യും? പോകാൻ പറഞ്ഞാൽ എങ്ങോട്ട് പോകും? എനിക്കറിയില്ല. അന്ന് സ്റ്റേഷൻ ബജാറിലെ എത്ര വിൽപ്പനക്കാരെയാണ് തപൻ അടിച്ചോടിച്ചത്, ഓർമ്മയില്ലേ? നിങ്ങളും വലിയ ആളാണ്, മോഹൻലാലും വലിയ ആൾ. നിങ്ങൾ തമ്മിൽ എല്ലാം അറിഞ്ഞും ബഹുമാനിച്ചും നടക്കും. ഞങ്ങൾ പാവങ്ങൾക്ക് ആരുമില്ല. മോഹൻലാൽ അവസാനം വായ തുറന്നു. പോലീസിനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചാൽ മതി, തപൻ പറഞ്ഞു. വേണ്ട, അതിനൊന്നും പോണ്ട. താങ്കൾ ഗുഡ്വിൽ തയ്യാറാക്കാൻ നോക്കൂ. അവർ കുടിൽ വിട്ടു പോകുമ്പോൾ ഓരോരുത്തർക്ക് കുടിലൊന്നിന് 200 രൂപ വീതം കൊടുക്കൂ. അവിടെ പണിയും ധാരാളമുണ്ടാവുമല്ലോ. അവരിൽ നിന്ന് പണിക്കാരെ എടുക്കുകയും ചെയ്യാം. ഇതൊക്കെ എന്താ? എൻ്റെ അഭിപ്രായം, അവർ 3-ാം നമ്പറിൻ്റെ ഓരത്ത് വരി പിടിച്ച് ഇരിക്കും. അവിടെ വീടുകൾ പണിതാൽ കുഴപ്പങ്ങൾ കൂടും. അതൊക്കെ നോക്കാൻ ആളുണ്ട്. ഇല്ല, ആരുമില്ല. താങ്കൾ കസേരയിലിരുന്ന് പറയുന്നതല്ലേ. ചെല്ലു, അവിടെ അവരെ പോയി നോക്കി വരൂ. ആൾക്കാർ കത്തി നിൽക്കുകയാണ്, ആനന്ദൻ പറഞ്ഞു. അയാൾ ഒരു സാമൂഹ്യ വിരോധിയായിരുന്നു. അത്തരക്കാരെ കൽക്കത്തയിൽ കണ്ടിട്ടില്ലേ? താങ്കൾ അവിടെ ഫ്ലാറ്റ് വാങ്ങിയിട്ടില്ലേ? കമൽ ഘോഷ്. എന്താ, അയാൾ സാമൂഹ്യ സേവകനാണ്. സാമൂഹ്യ വിരോധികളെയാണ് നിങ്ങൾക്കാവശ്യം. അല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്നതെങ്ങനെ? വെറുതെ ഓരോന്ന് പറയാതിരിക്കൂ. പൂജൻ്റെ കൊലയെപ്പറ്റി പോലീസ് സ്റ്റേഷനിൽ അത്ര സന്തോഷമില്ല. പക്ഷേ ടൗൺ വേണ്ടത്ര ശബ്ദമുയർത്തി. സോമജിത്ത് പറഞ്ഞു. തപൻ്റെ പാറ്റേൺ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ക്രുദ്ധനും ചിന്താമഗ്നനുമായ തീർത്ഥൻ ചോദിച്ചു. എന്ത് പാറ്റേൺ? എവിടെ കണ്ടു? പൂജനെ പോലെയുള്ള സാമൂഹ്യ വിരോധികളെ ഇല്ലാതാക്കുക. ഇനിയും ഒരു പുതിയ മുഖവുമായി മറ്റൊരു കൂട്ടം സാമൂഹ്യ വിരോധികൾ മൈതാനത്തേക്ക് വരുന്നുണ്ട്. അതായത് ഭൂമി സ്വന്തമാക്കുന്നതാര്? കെട്ടിടം പണിയാൻ പോകുന്നതാര്? അതൊന്നും വാസ്തവമല്ല. എന്തുകൊണ്ടല്ല? ഭവാനി ബാബു ഫണ്ടിലേക്ക് പണം തരുന്നതുകൊണ്ടോ? നിന്റെ ഓരോ വർത്തമാനങ്ങൾ. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ പല കാര്യങ്ങളിലും എനിക്ക് നീതിപരമായ സമർത്ഥനമില്ല. ഇക്കാര്യങ്ങൾ നമ്മുടെ മീറ്റിങ്ങിൽ പറയേ. അവരെ ഉന്മൂലനം ചെയ്തു, എന്നിട്ട് ഒരു വാക്കുപോലും പറഞ്ഞില്ല, നന്ദിത പറഞ്ഞു. എന്താണീ പറയുന്നത്? അവർ ചാരായം വാറ്റുന്നു, മദ്യഷാപ്പ് നടത്തുന്നു, പണയം വെച്ച് കളിക്കുന്നു. എന്നിട്ടവരെ ഇല്ലാതാക്കുന്നത് ശരിയല്ലെന്നോ? സോമജിത്ത് കുറച്ചൊക്കെ യഥാർത്ഥവാദിയാകാൻ ശ്രമിക്കൂ, അഭീക് പറഞ്ഞു. ഞാൻ സോമജിത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. ചെറിയ പാപങ്ങൾ ഇല്ലാതാക്കുന്നു, വലിയ പാപങ്ങൾ വേരൂന്നി തുടങ്ങിയിരിക്കുന്നു. ചമ്പകൻ ഇവരുടെ എതിരായും സംസാരിച്ചിട്ടുണ്ട്. ഇവർക്ക് ചമ്പകനെ ഭയമായിരുന്നു, നമ്മളെ ഭയപ്പെടുന്നില്ല. ഉയർന്ന ലെവലുകളിൽ ഇടപഴക്കമുണ്ടല്ലോ. എന്തിനു ഭയം? നമ്മളെല്ലാം തന്നെ പറയണം. ഈ വോട്ടിൽ നോക്കാമല്ലോ, കുറച്ചു കൊല്ലം കൂടിയുണ്ട്. പണം കൊണ്ടുള്ള കളിയല്ലേ. എല്ലാം വാണം വിട്ട പോലെ ഭൂമിയുടെ വില വർദ്ധിപ്പിക്കും. ഇടത്തരക്കാർക്ക് കിട്ടാവുന്നതായി ഒന്നുമുണ്ടാവില്ല. തപനുമുണ്ടായിരിക്കുമോ? ഒരു തപൻ പോകും, മറ്റൊരു തപൻ വരും. ഏതാനും വർഷങ്ങൾക്കകം എല്ലാം ഈ വിധം മാറുമെന്ന് അന്ന് ആരും പ്രതീക്ഷിച്ചതേയില്ല. സാമൂഹ്യ വിരോധികൾ ഇനി ഭവാനി ബാബുവിൻ്റെ ഷെൽട്ടർ തേടുകയില്ല. ഭവാനി ബാബുവിനേക്കാളും കഴിവുള്ളവരിൽ നിന്ന് അവർക്ക് ഷെൽട്ടർ ലഭിക്കും. തീർത്ഥൻ, അഭീക്, സോമജിത്ത്, ബാബുൽ, നന്ദിത എന്നിവർ ഒഴിഞ്ഞുമാറും. അവരുടെ പേർ വിക്ഷുബ്ധരെന്നാകും. രാഷ്ട്രീയത്തോടൊപ്പം ടെററിസം സമൂഹത്തിൻ്റെ നിമ്നതലങ്ങളിൽ ഇവരൊന്നിച്ച് പ്രവർത്തിക്കും. കോൺഗ്രസുകാരൻ ദീനു ബാബുവിൻ്റെ ടെററിസം സാധാരണ മനുഷ്യരെ വിക്ഷുബ്ധരാക്കി, നിരാശരാക്കി തള്ളി. അവരും ഒരിക്കൽ മനുഷ്യൻ്റെ തോളോടു തോൾ ചേർന്ന് പൊരുതിയവരാണ്. ഫലങ്ങളും കാരണങ്ങളുമെല്ലാം കൂട്ടിച്ചേർത്ത് പുതിയ സർക്കാരുണ്ടാകും. അതുണ്ടായി. പക്ഷേ സുധീൻ ബാബുവിൻ്റെ സഹോദരപുത്രൻ ടൗണിലെ ബോസായി ഉയരും എന്നാരും ചിന്തിച്ചു പോലുമില്ല. ഒരു തലമുറയിലെ അനേകം തരുണർ അലോകിനോടൊപ്പം സമൂഹദ്രോഹികളായി തീരുമെന്നും ആരും ഊഹിച്ചില്ല. അനീതി സമൂഹത്തിൽ ഇത്രയും വ്യാപിക്കുമെന്നും ഓർക്കാനായില്ല. സുധീൻ ബാബുവിനും ലാൽട്ടു ബാബുവിനും ഇത്രയേറെ സ്വത്തുണ്ടാകുമെന്നും ഭാവി കാണാൻ കഴിഞ്ഞില്ല. പൂജൻ്റെ മരണത്തിൽ ടൗൺ സന്തോഷിക്കുക തന്നെ ചെയ്തു. പോയാലും ഒരു സാമൂഹ്യ ദ്രോഹിയാണല്ലോ പോയത്.
തപൻ്റെ കാര്യത്തിൽ അക്രമത്തോടൊപ്പം മറ്റൊരു പ്രത്യേക മനോഭാവം കൂടി കാണാൻ കഴിഞ്ഞു. ധൈര്യം എന്നത് നല്ല പോലെയുണ്ട്. പൂജൻ്റെ മടയിൽ കയറി പൂജനെ കൊന്നില്ലേ? ഈ സമയത്ത് അങ്ങാടിയിലും മറ്റും ധാരാളം വാർത്തകൾ പരന്നു. തപൻ്റെ കയ്യിൽ അതീവ ശക്തിയുള്ള ഒരു പ്രത്യേക കവചമുണ്ട്. ഗുരുവിൻ്റെ ആദേശം. മദ്യം തൊടില്ല. പെൺകുട്ടികളുടെ കാര്യത്തിൽ അത്യന്തം സംശയം. തപൻ ഒരു കൈകൊണ്ട് റിവോൾവറും മറ്റേ കൈകൊണ്ട് കത്തിയും ഒരുമിച്ച് പ്രയോഗിക്കാൻ കഴിയും. സബുജ് പറഞ്ഞു. എന്തെല്ലാമാണ് അങ്ങാടിയിൽ സംസാരം? അങ്ങനെയൊക്കെ പറയും. ദീനുബാബുവിനെ പറ്റിയും പലതും പറഞ്ഞിരുന്നു. അതൊന്നും നീ കേൾക്കാൻ പോകരുത്. അന്ന് ഞങ്ങളെ കൂടെ കൂട്ടാഞ്ഞതെന്തേ? തപൻ്റെ കൈ സബൂജിൻ്റെ ചെകിട്ടത്ത് ആഞ്ഞു വീണു. സബൂജ് മറിഞ്ഞു വീണു. തപൻ ഗർജിച്ചു. ഇല്ല, നിങ്ങളെ ഒരിക്കലും കൂടെ കൊണ്ടുപോവില്ല. നിനക്ക് മറ്റൊരു ഞാനാവണമെന്നാണോ മോഹം? സബൂജ് എണീറ്റ് നിന്നു. തപൻ തുടർന്നു. ഒരു പക്ഷേ ആയേക്കും. തന്നെ ആയേക്കാം. എന്നാൽ നിന്റെ കൈ പിടിച്ച് കൊല്ലാൻ പഠിപ്പിക്കില്ല. പതുക്കെ ചിരിച്ചുകൊണ്ട് തുടർന്നു. ഈ ലൈനിൽ ടോപ്പിലെത്തുക അത്ര എളുപ്പമല്ല സബൂജ്. വളരെ ടഫാണ്. വളരെ വളരെ. തല ശാന്തമായി വെച്ച് ഒരു ജീവനെടുക്കുക എളുപ്പമല്ല. പക്ഷേ തല ചൂടായാൽ വളരെ എളുപ്പമാണ്. രംഗീൻ അക്കാര്യം മറന്നിരിക്കുന്നു. രംഗീൻ ക്രമേണ അവൻ്റെ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീരു ഒരു ദിവസം ഒരു പെൺകുട്ടിയെ തപൻ്റെ അടുത്ത് കൊണ്ടുവന്നു പറഞ്ഞു.